ഹായ് ഓൾ എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് ജൂൺ 17 റൈറ്റ്. സോ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്കമിങ് ഇലക്ട്രിക്കൽ എക്സാംസ് അല്ലെങ്കിൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്സാംസ് ഏതൊക്കെയാണ്, ദെൻ അതിന് നമുക്ക് എല്ലാ എക്സാംസിനും കൂടി സിലബസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്കൊരു ഓവർവ്യൂ തരുന്ന ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ ഇലക്ട്രിക്കൽ എക്സാംസ്. സോ അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതും എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തതുമായിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 4 കാറ്റഗറി നമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 246, 93, 94 ആൻഡ് 270. ഇതെല്ലാം 2024 റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻസ് ആണ്. ആൻഡ് എക്സാം വി ആർ എക്സ്പെക്ടിങ് ഓൺ ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു വിൻഡോയിൽ ആയിരിക്കും എക്സാം ഉണ്ടാവുക. Then lineman in PWD ഇലക്ട്രിക്കൽ വിങ്, അത് 4436/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ എക്സാം ഉണ്ട്. അത് സെപ്റ്റംബർ നവംബർ കാലഘട്ടത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഇലക്ട്രീഷ്യൻ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കോർപ്പറേറ്റ് ആൻഡ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻസിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസും ഉണ്ട്. അതിൽ ഒരെണ്ണം കഴിഞ്ഞു. 32/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള എക്സാം ജൂൺ 4 കഴിയുകയുണ്ടായി. ഈ അപ്കമിങ് ആയിട്ടുള്ളത് 45, 197, 746/2024 എന്ന് പറയുന്ന 3 കാറ്റഗറി നമ്പേഴ്സിലുള്ള എക്സാംസും ഈ ഒരു സെപ്റ്റംബർ നവംബർ ഡിസംബർ കാലയളവിലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും എക്സാംസ് ആണ് ഇലക്ട്രിക്കൽ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് എക്സാംസ് ഒക്കെ ഇനി വരാൻ പോകുന്നത്. ഇനി ഓൾറെഡി നമുക്ക് അറിയാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന കാര്യം. അത് ഓൾറെഡി കഴിഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത് 2020 അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടു ബി പ്രിസൈസ് 132/2020 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ 2020 ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് 105 ആൾക്കാരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 29 ആൾക്കാർക്ക് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് അതിന് റാങ്ക് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 2023 ഓഗസ്റ്റ് 3 ആ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്, റൈറ്റ്. ആൻഡ് അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി 26 അതിന്റെ വാലിഡിറ്റി എക്സ്പയർഡ് ആവുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓഗസ്റ്റ് 26 എക്സ്പയർഡ് ആയാൽ പോലും വിതിൻ 2 months, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് കേരള PSC ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 8 മുതൽ 10 മാസത്തിനകത്ത് എക്സാം നടക്കുകയും ബാക്കി പ്രോസസ് ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ, മെയിൻ ലിസ്റ്റ് എല്ലാം വിത്തിൻ 1 year തന്നെ പുറത്ത് വരുമെന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു എക്സാം ആയിരുന്നു ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. 61/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ റിലീസ് ആയ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഔട്ട് ഓഫ് 99 മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിൽ 33 അഡ്വൈസസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. അത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 2021 10 മാസം, ഒക്ടോബർ 4 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ കാലാവധി 24 അവസാനിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു വേക്കൻസിയും എക്സാമും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. അതിന്റെ ലിസ്റ്റും കൂടെ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2017 ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 79/2017 എന്ന് പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ദാറ്റ് മീൻസ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ടുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 31 കാൻഡിഡേറ്റ്സ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ മെയിൻ ലിസ്റ്റിൽ 7 അഡ്വൈസ് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്ന് 22 റാങ്ക് ലിസ്റ്റ് വന്നത്. 29 ഓഗസ്റ്റ് 2022 വന്നത്. ഈ ഓഗസ്റ്റ് 25 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ട്. ദെൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ നമുക്ക് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് ഇൻസ്ട്രക്ടർ ഗ്രേഡിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ട് 25 ഓഗസ്റ്റ് മാസത്തോടു കൂടി എക്സ്പയർഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ ഒരു ഹ്യൂജ് ഇൻടേക്ക് ഉണ്ടായിരുന്ന ഒരു വേക്കൻസി ആയിരുന്നു. അത് 21 നോട്ടിഫിക്കേഷൻ വന്നത്. 553
BAR 2021 എന്ന് പറയുന്ന KSEB-യിലോട്ടുള്ള സബ് എഞ്ചിനീയേഴ്സിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 23-ലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. നവംബർ 29-നായിരുന്നു എക്സാക്ട് ഡേറ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് 491 മെയിൻ ലിസ്റ്റിൽ 941 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നതിൽ നിന്ന് 453ഓളം അഡ്വൈസസ് പോയിട്ടുണ്ട്. സോ അത് 26th നെക്സ്റ്റ് ഇയർ എൻഡോടുകൂടി അതിന്റെ റാങ്ക് ലിസ്റ്റും എക്സ്പയർഡ് ആവുന്നതാണ്. ദെൻ വരുന്നത് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന 198/2020 2020 നോട്ടിഫിക്കേഷൻ ആണ്. PWD ആൻഡ് ഇറിഗേഷൻ എന്ന 2 ഡിപ്പാർട്ട്മെന്റിലും വേണ്ടിയായിരുന്നു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ 103 കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ബട്ട് അഡ്വൈസ് പോയിരിക്കുന്ന 46 കാൻഡിഡേറ്റ്സിലാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അത് 23 ജൂലൈയിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. സോ 26 ജൂലൈയോട് കൂടി ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുകയും സോ കമ്മിങ് ഇയേഴ്സിൽ അതിന്റെ ഒരു എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സിമിലർലി പബ്ലിക് PWD ആൻഡ് ഇറിഗേഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമും ഈ നമ്മുടെ നേരത്തെ ഇൻസ്പെക്ടറിന്റെ എക്സാമിന്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. 476/2020 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ വന്നതായിരുന്നു. അതിൽ 101 മെയിൻ ലിസ്റ്റുകളിൽ 13 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. ഓഗസ്റ്റ് 3 2023-ലാണ് അതിന്റെ നോട്ടിഫിക്കേഷനും റാങ്ക് ലിസ്റ്റും എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു കാലയളവ് 25-26 കാലയളവിൽ എക്സ്പേർഡ് ആവുന്ന റാങ്ക് ലിസ്റ്റുകൾ, പ്രധാന റാങ്ക് ലിസ്റ്റുകൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ 24-ല് KSEB AE ഉണ്ടായിരുന്നു, ദെൻ AP ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ടായിരുന്നു. ഇത്രയും റാങ്ക് ലിസ്റ്റ് ഒക്കെ 24 കാലയളവിൽ റിലീസ് ആയിട്ടുണ്ട്. സോ നമുക്ക് 25-26 കാലയളവിലോട്ട് എക്സ്പയർഡ് ആയി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ ഇത്രയും പറഞ്ഞ ഇലക്ട്രിക്കൽ ആസ്പിറൻസ് ഇത്രയും റാങ്ക് ലിസ്റ്റുകളാണ് നമുക്ക് എക്സ്പയർഡ് ആയി പോകുന്നത്. ബട്ട് ഇതെല്ലാം കേരള PSCയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ കുറച്ച് എക്സാംസ് ലൈക്ക് RRB SSC പോലുള്ള എക്സാംസ് വരുന്നുണ്ട്. RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ മെയിൽ എക്സ്പയർഡ് ആയതാണ്. കമ്മിങ് മന്ത്സിൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ നമുക്ക് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ALP ആണ് വരുന്നത്. ദെൻ JEE വിതിൻ 2-3 മന്ത്സ് അതിന്റെയും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, പ്യൂർലി ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. ആൻഡ് ജൂനിയർ എഞ്ചിനീയർ SSC 2025 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ് അതൊക്കെയാണ് നമുക്ക് വരുന്നത്. സോ ALPയുടെ കേസ് പറയുകയാണെങ്കിൽ മെയ്യോട് കൂടി നോട്ടിഫിക്കേഷൻ ഒക്കെ ക്ലോസ്ഡ് ആയത്, ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ്ഡ് ആയതാണ്. എക്സാം ഡേറ്റ് കമ്മിങ് മന്ത്സിൽ റിലീസ് ആവും. ബട്ട് നമുക്ക് അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ദ ഓപ്പർച്യൂണിറ്റി ഈസ് RRB JEE ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് BTech ഓർ BE ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. സോ എക്സാം വരുന്ന മാസങ്ങളിലാണ് എക്സാം വരുന്നത്. ബൈ ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിലോടുകൂടി നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയും ഈ ഒരു ഈ വർഷം കൂടി തന്നെ എക്സാം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. സോ ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു വേക്കൻസി ആണ് ഈ RRB JEE എന്ന് പറയുന്ന എക്സാം. അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷന്റെ വെബിനാറും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സിലബസിനെ പറ്റി ഒരു ഓവർവ്യൂ തരാനും എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നൊക്കെ നമ്മളൊരു വെബിനാറും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കാഡമി നടത്തുന്നുണ്ട്. സോ ഹു ഹാവ് ദ ക്വാളിഫിക്കേഷൻ ലൈക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ക്യാൻ അപ്ലൈ ഫോർ ദ എക്സാം. ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 ഇയേഴ്സിലുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി നല്ല ഇൻടേക്ക് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ല വേക്കൻസീസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. ബട്ട് ഒരു PSC AE ലെവലിൽ ഒരു ടൈറ്റ് ക്വസ്റ്റ്യനോ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. ബട്ട് വളരെ ലിമിറ്റഡ് ടൈം പീരീഡിൽ ലിമിറ്റഡ് ടൈം പീരീഡിൽ കുറെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഫാസ്റ്റ്നെസ്സും സബ്ജക്ട് നോളജും ഉള്ളവർക്കാണ് ഈ ഒരു RRB JEE എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവുക. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെയാണ് SSC JEE വരുന്നുണ്ട്. SSC JEE വരുന്നത് അഡ്വർടൈസ്മെന്റ് ബൈ ജൂൺ എൻഡ് 30th കൂടി ജൂണോട് കൂടി നമുക്ക് അതിന്റെ അഡ്വർടൈസ്മെന്റ് റിലീസ് ആവും. ബൈ 21/7 ആയിരിക്കാം അതിന്റെ ഒരു എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ബൈ ഒക്ടോബർ എൻഡ് 27 to 31 ആയിരിക്കും എക്സാം ഡേറ്റ്, SSCയുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അഗെയിൻ ദാറ്റ് ഈസ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് BTech ഓർ ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതും ഒരു ക്വാളിറ്റി ക്വസ്റ്റ്യൻസും ലിമിറ്റഡ് ടൈമും കൊണ്ട് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കായിരിക്കും ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. അഗെയിൻ സബ്ജക്ട് നോളജ് വേണം, ഫാസ്റ്റ് ആയിട്ട് ആൻസേഴ്സിലോട്ട് എത്താനും കഴിയണം. ആൻഡ് ഏജ് ലിമിറ്റിന്റെ അഗെയിൻ 18 to 33 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റും വരുന്നത്. ബട്ട് ഇതിനെപ്പറ്റി എല്ലാം പറയുമ്പോഴേക്ക് നമുക്ക് പറയാനുള്ളത് ഒരു
ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, ലൈൻമാൻ വരുന്നുണ്ട്, എഇ വരുന്നുണ്ട്, ജെഇ വരുന്നുണ്ട്, ആൻഡ് സബ് എഞ്ചിനീയർ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംഗിൾ സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സിലബസിൽ കുറച്ച് കണ്ടന്റുകൾ ഏറിയും കുറഞ്ഞും ഇരിക്കും എന്നല്ലാതെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഒരു എക്സാമിന്. കാരണം ഈ ഒരു എക്സാം മോഡ്യൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി വരുന്ന ഒരു 10 മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാംസിന്റെ മോഡ്യൂൾസിനെ എല്ലാം. ഫസ്റ്റ്ലി ഇലക്ട്രിക് സർക്യൂട്ട്സ്, ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, അതായത് ഇലക്ട്രിക്കലിന്റെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഫസ്റ്റ് 2 മോഡ്യൂളിൽ ഉണ്ടാവുക. അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് വരും, എ സി ഫണ്ടമെന്റൽസ് വരും, ദെൻ ബേസിക് ഇലക്ട്രിക്കൽ കണ്ടന്റ് വരും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആദ്യ 2-3 മോഡ്യൂളിൽ. ദെൻ നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. മെഷീൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. Transformer, single-phase and three-phase transformer, then synchronous machine and DC machines and asynchronous അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെഷീൻസ്. ഇത്രയും 4 ടോപ്പിക്കുകളാണ് ഈ ഒരു മെഷീൻസിന്റെ ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്, വർക്കിംഗ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ഒരു വാസ്റ്റ് സിലബസ് ആണ് വരുന്നത്. പക്ഷെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ചൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനുശേഷം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് അനലോഗ് ഇലക്ട്രോണിക്സ്, ഒരു ഡിജിറ്റൽ ആൻഡ് അനലോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഇത് ലാസ്റ്റ് ഇൻസ്പെക്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ മോഡ്യൂൾസും ഈക്വൽ മാർക്ക് ഷെയർ ആയിരുന്നു. പക്ഷെ അപ്കമിങ് എക്സാംസിനൊക്കെ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചില സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് കൂടുതലും ചില സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് കുറച്ചുമായിരിക്കും ഇടുന്നത്. സോ ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പൈൻ ചെയ്തിട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡ്യൂൾ ഉണ്ടാവുക. ദെൻ വരുന്ന ഹ്യൂജ് ഒരു സിലബസ് ആണ്, ഒരു ടോപ്പിക്കാണ് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ ജനറേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ആൻഡ് ട്രാൻസ്മിഷൻ ഉണ്ട്, സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫോൾട്ട് അനാലിസിസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരുന്ന ടോപ്പിക്സ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് പവർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സോ അതിലൊരു കുറച്ച് വെയിറ്റേജ് കൂടും, മെഷീൻസിനും പവർ സിസ്റ്റത്തിനൊക്കെ കുറച്ച് വെയിറ്റേജ് കൂടാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സബ്ജക്റ്റും കൂടെ മോഡലും കൂടെ വരുന്നുണ്ട്. ദെൻ കൺട്രോൾ സിസ്റ്റം, എനിക്ക് തോന്നുന്നു RRBയിലൊക്കെ കൺട്രോൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കേരള PSCയുടെ എക്സാംസിന് സബ് പോലെയുള്ള അല്ലെങ്കിൽ എഇ പോലുള്ള എക്സാംസുകൾക്കൊക്കെ കൺട്രോൾ സിസ്റ്റം ഒരു മോഡ്യൂളാണ്. സോ അതും ഒരു ഹ്യൂജ് ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒരു 9 to 10 അല്ലെങ്കിൽ 11 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്. അഗെയിൻ ജെഇ പോലുള്ള എക്സാംസിന് പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ഇൻഡെപ്തിലുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള സ്വിച്ചിങ്ങിനെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ കേരള PSC സബ് എഞ്ചിനീയർ ആൻഡ് എഇ എന്ന് പറയുന്ന എക്സാമുകൾക്ക് പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് നല്ല രീതിയിലുള്ള പവർ ഇലക്ട്രോണിക്സും ഡ്രൈവ്സും ഒക്കെ അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതിൽ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, എനർജി മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, വാട്ട് മീറ്റർ മുതൽ ലെസൈജസ് പാറ്റേൺ, CRO എന്നൊക്കെ പറയുന്ന ഒരു AC ബ്രിഡ്ജസ്, DC ബ്രിഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ മെഷർമെന്റ്സ് എന്ന് പറയുന്ന, ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് വിളിക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ. എല്ലാ എക്സാമിനും നോക്കുകയാണെങ്കിൽ സെയിം കാറ്റഗറിയിൽ നിന്ന് സെയിം ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ദെൻ വരുന്ന സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. അത് ഇൻ ഡെപ്തിൽ ചോദിക്കില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇൻ ഡെപ്തിൽ ചോദിക്കില്ല. ബട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ്, ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റി, ഇലക്ട്രിക്കൽ വയറിങ്, ഇലുമിനേഷൻ, റൂൾസ്, അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ജനറിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ്യൂൾസിലുള്ളത്. സോ ഈ ഒരു 10 മോഡ്യൂൾ, 10 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ മോഡ്യൂൾസിൽ നിന്ന് മാത്രമായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ എക്സാമിനും, ഇലക്ട്രീഷ്യൻ ആവട്ടെ, ലൈൻമാൻ ആവട്ടെ, സബ് ആവട്ടെ, എഇ ആവട്ടെ, ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ, ജെഇ, SSC ആൻഡ് RRB ഏതും ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്നും തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അല്ലാതെ വേറൊരു സബ്ജക്ട്, വേറൊരു മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ ഈ ഒരു മോഡ്യൂൾസ് വൈസ്, ഈ ഒരു സിലബസ് വൈസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ SSC ഉണ്ട്, ജെഇ ഉണ്ട്, ഇൻസ്പെക്ടർ ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ എക്സാംസിന് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനേക്കാൾ ഉപരി ഇനി അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു മോഡ്യൂൾ സജഷൻ ആണ് ഇത്. ബിക്കോസ് ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. സോ നിങ്ങൾ ഇപ്പം ഈ ഒരു മോഡ്യൂൾസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന 5, 6, 7, 8 എക്സാംസിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ. സോ ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജെഇക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എഇക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സബിന് വേണ്ടി മാത്രം പഠിക്കരുത്. ഇലക്ട്രിക്കൽ ബേസ് ചെയ്ത് എന്തൊക്കെ എക്സാംസ് വരുന്നോ ആ എക്സാംസിന് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ എക്സാംസും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. സോ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഏതെങ്കിലും എക്സാമിന്റെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ സാധിക്കും. ഫസ്റ്റ് എക്സാം ആയിരിക്കണമെന്നില്ല, രണ്ടാമത് എഴുതുന്നത്, മൂന്നാമത് എഴുതുന്നത്, നാലാമത് എഴുതുന്നത് ആകാം. ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് എത്താൻ സാധിക്കും. സോ ആ ഒരു ആ ഒരു 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 ടാർഗറ്റോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെയുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് അതാത് സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആൻഡ് ഒരു Q&A സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓൾസോ മോക്ക് ടെസ്റ്റ് അപ് ടു ദ എക്സാം നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എത്ര കാലാവധി ഉണ്ടെന്ന്, ഐ മീൻ എന്ന് വരെയാണോ എക്സാം ഉള്ളത് അന്ന് വരെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ ബാങ്ക്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി വരുന്ന ലൈൻമാൻ ആയിക്കൊള്ളട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കൊള്ളട്ടെ, സബോ എയോ ഇൻസ്പെക്ടറോ ഏതെങ്കിലും ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ആ ഒരു സിലബസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വേണം, പ്രോപ്പർ ഒരു ടാർഗറ്റ് വേണം, പ്രോപ്പർ ടൈം ലൈനും വേണം. സോ ആ ടൈം ലൈൻ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ എക്സ്പേർട്സിനോട് കോൺടാക്ട് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്നല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. എക്സാമിനെ പറ്റിയാണെങ്കിലും ശരി, സബ്ജക്റ്റിനെ പറ്റിയാണെങ്കിലും ശരി, സിലബസിനെ പറ്റിയാണെങ്കിലും ശരി, നമ്മുടെ എക്സ്പേർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇപ്പോഴേ ട്രൈ ചെയ്യുക. ഇപ്പം തുടങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് 200 to 250 ഡേയ്സ് എക്സാമിന്റെ ഒരു എക്സാം എത്താൻ വേണ്ടി അത്രയും ഒരു ടൈം ഉണ്ടായിരിക്കും. സഫീഷ്യന്റ് ആണ്, വളരെ സഫീഷ്യന്റ് ആണ് ആ ഒരു ടൈം എന്ന് വിളിക്കുന്നത്. ആ കംപ്ലീറ്റ് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഡെയിലി ഒരു 3 hours എങ്കിലും സ്പെൻഡ് ചെയ്യുക, മിനിമം 3 hours എങ്കിലും സ്പെൻഡ് ചെയ്യുക. ഈ ഒരു കാലയളവിൽ കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ ലൈഫ് സെക്യൂർ ആണ്, നല്ലൊരു ജോലിയിലോട്ട് കയറാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ അറിയുകയാണെങ്കിൽ ഇൻസ്പെക്ടറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ പാക്കേജ് ഒക്കെ എത്രയാണ്. ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റും, ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യുക, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കരിയർ വിഷയമാണ്, നല്ലൊരു എക്സാം സീസൺ വിഷയമാണ്. ആ എക്സാം സീസണിൽ ഏതെങ്കിലും ഒരു 50% എബവ് എക്സാംസ് എങ്കിലും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.